ആരാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വേൾഡ് ഫേമസ് ആയത്? ഇന്ത്യയും ഇന്ത്യയുടെ സൈനിക ശക്തിയും. പക്ഷേ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തിരക്കഥ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാക്കിയാൽ ആരാകും അതിന് നായകൻ? സംശയിക്കേണ്ട, പാക് പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് തന്നെ. അപ്പോൾ ഉപനായകനോ? അത് മറ്റാരുമാകില്ല, പാകിസ്ഥാൻ്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ ജനറൽ സയ്യിദ് ആസിഫ് മുനീർ. രണ്ടുപേരും കൂടി മിഷൻ ഇമ്പോസിബിൾ പാക് വെർഷൻ അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. ഇന്ത്യയുമായുള്ള യുദ്ധം പോരാടി ജയിച്ചു എന്നാണ് ഇപ്പോൾ ഈ നായകൻ്റെയും ഉപനായകൻ്റെയും വീമ്പിളക്കൽ തുടരുന്നത്. ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾ തകർത്തു. 5 ഇന്ത്യൻ റഫേലും ഒരു MiG-29 മറ്റൊരു ഇന്ത്യൻ വിമാനവും പിന്നെ ഒരു ഡ്രോണും ഇന്ത്യയുടെ വക പാക് സൈന്യം തകർത്തു എന്നൊക്കെയാണ് വീമ്പിളക്കൽ. അതുകൊണ്ട് എന്ത് വേണം? കയ്യിലുള്ളതൊക്കെ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച് തീർത്തു. അതുകൊണ്ട് തങ്ങൾക്കിനിയും കൂടുതൽ ആയുധങ്ങൾ നൽകണം. കാരണം തങ്ങളാണ് ഇന്ത്യ എന്ന ശത്രുവിനെതിരായി യുദ്ധം ജയിച്ചത്. ഇതാണ് ഷാബാസ് ഷെരീഫും കൂട്ടാളി ആസിഫ് മുനീറും ചേർന്ന് തങ്ങളുടെ കൂട്ടുകച്ചവട രാജ്യങ്ങളിൽ ചേർന്നിപ്പോൾ പാടി നടക്കുന്നത്. എന്താണ് ഈ സംഘർഷ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കെതിരെ യുദ്ധം ജയിച്ചതല്ലേ, യുദ്ധവീരന്മാർക്ക് ഒരല്പം വിശ്രമമൊക്കെ ആകാം, അതുകൊണ്ട് വന്നു എന്നാണ് ഷാബാസ് ഷെരീഫിൻ്റെ മറുപടി. സെൻട്രൽ വെസ്റ്റ് ഏഷ്യയിൽ അങ്ങനെ പാകിസ്ഥാൻ്റെ വിജയ പര്യടനം നടക്കുകയാണ്. കാൽക്കാശിന് ഗതിയില്ലാതെ ഒരു രാജ്യത്തിൻ്റെ പരമദരിദ്രനായ മുഖ്യമന്ത്രി ഇതാ തുർക്കിയിലും ഇറാനിലും അസർബൈജാനിലും ഒക്കെ ചെന്ന് മിഷൻ ഇമ്പോസിബിൾ പാക് വെർഷനിലെ കടുത്ത നുണകൾ അടിച്ചുവിടുന്നു. അല്ല, നുണ ഒന്ന് ഇതാണ്. We had to respond in defense of Pakistan, and within no time our formidable air force downed 6 Indian planes, 4 Rafale French-made planes, 1 MiG-29 and another plane, and then a drone. എന്നിട്ടും വിട്ടുകൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്? ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ടെന്ന് ഷാബാസ് ഷെരീഫ് സമ്മതിക്കുന്നുണ്ട്. എപ്പോഴാണ്? പാക് കരസേന രാവിലെ 9 മണിക്ക് ഇന്ത്യക്കെതിരെ കരമുന്നേറ്റം തുടങ്ങിയപ്പോൾ. അപ്പോഴായിരുന്നു ബ്രഹ്മോസ് വക ഇന്ത്യയുടെ ആക്രമണമെന്ന് ഷാബാസ് പറയുന്നുണ്ട്. ഇത് ഷാബാസ് തന്നെ സമ്മതിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളും വ്യോമസേനാ താവളങ്ങളും ഒക്കെ തകർത്തതിന് ആസിഫ് മുനീറിന് ഒരു കയ്യടി വാങ്ങിക്കൊടുക്കാനും പാവം ഷാബാസ് മറന്നില്ല. എങ്ങനെയുണ്ട് അഭിനയമെന്ന് ഒന്ന് കണ്ടു നോക്കുക. നുണ 2. Decided to respond in a measured fashion to Indian aggression, and we had decided that at 4:30 in the morning after Fajr prayers, Pakistan armed forces led very ably by our Field Marshal, Chief Army Staff sitting here, Sayyid Asim Munir, to teach a lesson to our enemy. But before that hour reached, India again launched missile attacks, BrahMos, and hit Pakistan's various provinces. After that, Chief of Staff, who's sitting here in the first, Field Marshal, could you kindly stand up, and I would like to introduce you to the... He told me that Prime Minister, India has again attacked. His voice was conveying unshakable confidence. He was absolutely resolved, calm, but then absolutely clear that we will have to now teach our enemy a lesson of their life. മിഷൻ ഇമ്പോസിബിൾ പാകിസ്ഥാൻ വെർഷനിൽ കല്ലുവെച്ച നുണകൾ വേറെയുമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ പാകിസ്ഥാനി ഫീൽഡ് മാർഷലായ ആസിഫ് മുനീറിനെ നേരിട്ട് വിളിച്ച് അപേക്ഷിച്ച് വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു അത്രേ. അപ്പോൾ ഷാബാസ് ഷെരീഫ് ആസിഫ് മുനീറിനോട് മറുപടി നൽകിയത് ഇങ്ങനെയാണത്രേ: ദൈവം ഞങ്ങളെ യുദ്ധം ജയിപ്പിച്ചു, അതുകൊണ്ട് പിന്നെ ആ വെടിനിർത്തൽ അങ്ങ് നടപ്പാക്കിയത്. എങ്ങനെയുണ്ട് ഒരു
പാകിസ്ഥാൻ എന്ന ഏത് രാജ്യമായിക്കോട്ടെ, ഒരു രാജ്യത്തെ ജനത പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും വന്ന കല്ലുവെച്ച നുണകൾ. ഇത് നുണ 3. Gave them a befitting reply. By 9 a.m. in the morning, Field Marshal rang me again and said, Prime Minister, India has approached, gave them a befitting reply. By 9 a.m. in the morning, Field Marshal rang me again and said, Prime Minister, India has approached Pakistan for a ceasefire. What are your instructions? I said, Field Marshal, Allah Almighty has given us a victorious day, a glorious victory. Now let us accept this request of India for a ceasefire because we believe in peace. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പഹൽഗാമിനും അതിനു മുമ്പത്തെ ചില ക്രൂരതകൾക്കും ഇന്ത്യൻ ആയുധങ്ങൾ, ഇന്ത്യൻ സേന ചുട്ട മറുപടി ഇപ്പോൾ എവിടെ വരെ ചെന്നെത്തി? അതൊക്കെ ലോക രാജ്യങ്ങൾക്ക് വ്യക്തമായി അറിയാം. സംശയമുള്ള യൂറോപ്യൻ, ഏഷ്യൻ, US, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രതിനിധി സംഘങ്ങൾ നേരിട്ട് ചെന്ന് ആ നടന്ന സംഭവങ്ങൾ മുഖാമുഖം വിവരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബീഡിയും തീപ്പെട്ടിയും ഒക്കെ വാങ്ങാൻ തുർക്കിയിലും അസർബൈജാനിലും ഒക്കെ ചെന്ന് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും തിണ്ണമെടുക്ക് കാട്ടുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി AP സിംഗിൻ്റെ ഒരു ഏറ്റവും പുതിയ പ്രസ്താവന വരുന്നത്. തീർന്നിട്ടില്ല ഒന്നും. മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഓർഡർ ചെയ്ത തേജസ് വിമാനങ്ങൾ മാക് 1, മാക് 2, പിന്നെ മിസൈലുകൾ, ഇതൊന്നും പൂർണ്ണതോതിൽ തക്ക സമയത്ത് വ്യോമസേനയ്ക്ക് ഡെലിവറി ആയിട്ടില്ല. ആകുന്ന മുറയ്ക്ക് അതൊക്കെ പാകിസ്ഥാൻ്റെ നെഞ്ചത്തേക്ക് തന്നെ ഡെലിവറി ചെയ്തേക്കും. ഇനിയും അതിർത്തി കടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചാൽ. ഇതോടെ കാറ്റുപോയ അവസ്ഥയിലാണ് ഷഹബാസ് ഷെരീഫും സൈനിക കോമരലും.